അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മുറ്റത്തുകൂടെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. പരിശുദ്ധമായ കഅബാലയം ഒരു മഹാൻ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ടൊരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഖിരിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. എന്റെ സഹോദരങ്ങളുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ, എന്റെ കൂടപ്പറപ്പുകൾക്ക് സംഭവിച്ചത് എനിക്ക് തരല്ലേ അല്ലാ. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഈ മഹാനവിടന്ന് ചോദിച്ചു, മോനെ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ, എനിക്ക് 2 കൂടപ്പറപ്പുകൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാണ് വിളിച്ചതെന്നറിയുവോ വാപ്പാ? 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. എന്ത് പ്രതിഫലമാണ് ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം! പായിപ്പാടി ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്ന വ്യക്തി പള്ളിയിലെ ഇമാമല്ല, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, അല്ലെങ്കിൽ ഈ നാട്ടുകാരല്ല. ഈ പായിപ്പാടി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന വ്യക്തി ആരെന്നറിയുമോ? ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആ മനുഷ്യനെ ആരും പരിഗണിക്കാറില്ല, വലിയ മഹത്വം നൽകാറില്ല, വലിയ പരിഗണന നൽകാറില്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പരിഗണന നൽകിയില്ലെങ്കിലും ആ മനുഷ്യന് അല്ലാഹു പരിഗണന നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്നും കുഷ്ഠരോഗിയെ പോലെ ഉഹുദമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം എഴുന്നേറ്റ് വരുന്ന പടച്ചുറപ്പിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു. 2 വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. അതിലെ ഒരു വിഭാഗം ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് 40 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ, മരണസമയം അടുത്ത് വന്നപ്പോ എന്നോട് പറഞ്ഞു ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ. ഞാൻ വിചാരിച്ചു ഖുർആൻ ഓതി മരിക്കാനായിരിക്കും തമ്പുരാന്. ഞാൻ ഖുർആൻ എടുത്തുകൊണ്ട് എന്റെ സഹോദരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ കഫർതു ബില്ലാഹി ബിമാ ഉൻസിലാ. അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? എനിക്ക് ഈ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അങ്ങ് വലിച്ചു കീറുകയാണ്, എന്നിട്ട് വലിച്ചെറിയുകയാണ്. അല്ലാഹുവേ, എന്റെ കൂടപ്പറപ്പ് കാഫിറായി മരിച്ചുപോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യന്റെ ചരിത്രമാ പറയുന്നത്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ 2ാമത്തെ സഹോദരനും അതേ പള്ളിയിൽ തന്നെയാണ് ബാങ്ക് വിളിച്ചത്. 10 വർഷമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ 2ാമത്തെ സഹോദരന്റെയും ആഖിബത്ത് മോശമായിരുന്നു. അല്ലാ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാഹുവേ, എനിക്കങ്ങനെ ഒരു ഗതി വരുത്തല്ല അല്ലാ. ആ
ചെറുപ്പക്കാരന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ രണ്ടാമത്തെ സഹോദരനും അങ്ങനെയാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എനിക്ക് നീ അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാനെ. മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, പൊന്നുമോനെ, നിന്റെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? എന്റെ പ്രിയമുള്ളവരെ, അവര് കള്ളുകുടിക്കുന്നവരായിരുന്നില്ല, വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, നിസ്കരിക്കാത്തവരായിരുന്നില്ല, ഖുർആൻ ഓതാത്തവരായിരുന്നില്ല, സദഖ കൊടുക്കാത്തവരായിരുന്നില്ല. അവർ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. നമ്മൾക്കുള്ള അതേ ദുശീലം, ആ ദുശീലം നമ്മളിൽ പലർക്കുമുണ്ട്. ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുന്നു, തങ്ങള് എന്റെ രണ്ട് സഹോദരന്മാർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ? അവര് കള്ളു കുടിക്കുകയായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവർ അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവരായിരുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അവര് രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു. വാപ്പാ, നീയും അങ്ങനെയല്ല. പള്ളിയിൽ വന്ന പിന്നെ ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ചെന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണാം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്കൊരു മടിയുമില്ലല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ജമാഅത്ത് പള്ളിയിൽ നടന്നു. മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ ആ മുസല്ലയിൽ ഇരുന്ന് ദുആ ചെയ്തിട്ട് നീ ടിവിയുടെ ഫ്രണ്ടിലിരിക്കുന്ന ഉമ്മ, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരൂല ഉമ്മ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ സഹോദരങ്ങളുടെ 40 കൊല്ലം ബാങ്ക് വിളിച്ച 10 കൊല്ലം ബാങ്ക് വിളിച്ച എന്റെ കൂടപ്പറപ്പുകളുടെ ആക്കിബത്ത് മോശമാകാനുള്ള കാരണം അവര് ഹറാം കാണുന്നവരായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇത് നിസാര പാപമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്യ പെണ്ണിന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാ, അത് കണ്ണിന്റെ വ്യഭിചാരമാ. ആര് പറഞ്ഞാലും അത് തെറ്റല്ലെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. റസൂലുള്ളാഹി പറയുന്നു, ചെവി വ്യഭിചാരം മോശമായ കാര്യങ്ങൾ കേൾക്കലാണ്, മോശമായ കാര്യങ്ങൾ പറയല് നാവിന്റെ വ്യഭിചാരമാണ്. പച്ച സെക്സ് പറയുന്ന ചെറുപ്പക്കാരാ, ഭാര്യയുടെ മണിയറ രഹസ്യം വരെ കാമുകിയോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട്, അത് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളുമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം. ആര് കിടന്നാലും കിടക്കൂല, ആര് സ്വർഗത്തിൽ കിടന്നാലും കിടക്കൂല. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? മണിയറ രഹസ്യം മറ്റുള്ളവനോട് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്തവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ തന്റെ മണിയറ രഹസ്യം പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാതിരാത്രി ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാണ്. പടച്ചവനെ, ഭക്ഷണം കഴിച്ച ഒരു ഉമ്മ ഒരു റൂമില്, മോളൊരു റൂമില്, മോനൊരു റൂമില്. പടച്ചവനെ, ഇന്ന് പാതിരാത്രി വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കടന്നു വരുന്ന സമയം കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, പാതിരാത്രി മുഴുവനും വൃത്തികേടുകൾ പറഞ്ഞ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോശമായത് പറയല്, മോശമായത് കേൾക്കല്, അത് ചെവിയുടെ വ്യഭിചാരം, അത് നാവിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? നിങ്ങളെ
ഒരന്യ പുരുഷന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവനെ തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗം കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ അതിനെ കെട്ടിപ്പിടിക്കടാ. ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിക്കലാ. 7 വെള്ളത്തിൽ കഴുകിയാ അത് ശുദ്ധമാകുമല്ലോ. ഈ പാപം നീ എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? ഭർത്താവിന്റെ അനുജന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് പോകുന്ന നിനക്കത് പറഞ്ഞാ തിരിയൂല. ഇതൊക്കെ പറഞ്ഞാലും പ്രായപൂർത്തിയായ പൊന്നുമോള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി യാത്രയാക്കുന്ന നിനക്കത് തിരിയൂല. പെങ്ങളെ, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയോ. പെങ്ങളെ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അവർക്ക് പരസ്പരം തൊട്ടാലും തടകിയാലും പിടിച്ചാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വയലു പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് മനസ്സിലാവൂല. ചെറുപ്പക്കാരാ, പാപമാടാ. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. എന്റെ ശരീരത്തെ തൊടല്ലേ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പൊന്നുമോര്. ഏതുപോലെ എന്നറിയുവോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ 1-ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. പടച്ചവനെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട്, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ആരുമില്ലാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? പാതിരാത്രി ഒരു ചെറുപ്പക്കാരന് ആരും കാണാതെ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറക്കുകയാണ്, കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്ത് ആദ്യമായിട്ടൊരന്യ പെണ്ണ് തൊട്ടുപോയല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ചെറുപ്പക്കാരാ, കരഞ്ഞ് 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 ബോധം കെട്ടങ്ങ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ബോധം കെട്ടി വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ താഴെ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഏതോ വഴിയാത്രക്കാരി എടുത്തുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ പൊന്നുമകന് ബോധം വന്നപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്ത് പൊന്നുമോര്? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഹസുറത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. വാപ്പാ, എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. വാപ്പയോട് നടന്നത് മുഴുവനും പൊന്നുമകന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പിതാവ് പറഞ്ഞു, പൊന്നുമോനെ, നീ തെറ്റുകാരനല്ല, നീ തെറ്റുകാരനല്ല. അവളല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. പൊന്നുമോനെ, പടച്ചവൻ നിനക്ക് പുറത്തു തരുമടാ. എന്തു പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നില്ല. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, ഖലീഫയോട് ചോദിക്ക്, ഇതിന്റെ മസല ഉമർ നിങ്ങളോട് ചോദിക്ക്. വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഇതിന്റെ മസല ചോദിച്ചോ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്, അവന് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ തന്റെ വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമകനോട്, മോനെ, നീ നിരപരാധിയാണെന്ന് പറയാൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. എന്നിട്ടും ഞാൻ പാവിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഞാൻ നാളെ വ്യഭിചാരിയെ പോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ ഇറക്കി വെക്കുമ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ.
നിനക്ക് അല്ലാഹു 2 സ്വർഗം തരുമടാ എന്ന് അല്ലാഹുവേ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ സാഹചര്യം കിട്ടുമ്പോ ഒഴിവാവണമടാ പൊന്നുമോന്. നിങ്ങളെ യവനാട് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കുടുംബത്തിലകന്ന ചെറുപ്പക്കാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കയറി പോകാൻ പറയുമ്പോ നീ ഉമ്മയോട് പറയണം, ഉമ്മ പാപമാണ്, ഇത് വ്യഭിചാരമാണ്, നിങ്ങൾ വ്യഭിചരിക്കാനാണ് പറയുന്നത്. എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ്, എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമുകളെ ഒഴിവാക്ക്, വൻപാപങ്ങൾ ഒഴിവാക്ക്. കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, പലിശ തിന്നുന്നത് പറയാൻ ഒരു ഉസ്താദ് വയൽ തന്നെ ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മോൻ വയല് കേൾക്കാനുണ്ടാകും ഉസ്താദെ, എന്നെ തല്ലാറുണ്ട് വീട്ടിൽ കയറി വന്നിട്ട്, അവനിപ്പം മയക്കുമരുന്നാ കഴിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ പറയാൻ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് ചെറുപ്പക്കാർ മാറുന്ന കാലം. സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ ഉപയോഗിക്കുക, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ലഭിക്കൂല. കള്ളു കുടിക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കൂല, അവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കില്ല. പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളുകുടിച്ചാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന്റെ ഈമാൻ ഊരി മാറ്റി, അവൻ ഈമാനില്ല. 40 ദിവസം അവൻ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ മരിക്കുന്ന സമയത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അവന്റെ ജനാസ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് കബറടക്കി കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. രണ്ടാമത് നീ പോയി ഖബർ മാന്തി നോക്കിയാൽ അവന്റെ തല കിബിലയ്ക്ക് എതിരായി തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കിബിലയുടെ നേരെ അവന്റെ തലയിരിക്കൂല. അവൻ നാളെ പരലോകത്ത് വരുന്നത് പേപ്പട്ടിയുടെ രൂപത്തിലാ. നാളെ പേപ്പട്ടി നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് അല്ലാഹുവേ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പുഴുത്ത് നാറിയവനെ പോലെ നാളെ പരലോകത്തവനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അവൻ അല്ലാഹു നരകത്തിൽ കൊടുക്കുന്നത് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ നെഹ്റുൽ ഹിബാൽ? അത് ചീഞ്ചലം, നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും കള്ളുകുടിക്കുന്നവരുടെ കൂടെ കൂടുന്നവരാ ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പലരും കള്ളു ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല. എങ്കിൽ 10 വിഭാഗം ആൾക്കാർ കള്ളുകുടിയന്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി എന്തേ പറഞ്ഞെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ തസവ്വജ, അവിടെന്ന് പറയുന്നുണ്ട്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജു, കള്ളുകുടിയന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. ഒരു വാപ്പയോട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, കള്ളുകുടിക്കുന്നവന് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. കള്ളുകുടിക്കുന്നവൻ ചാകാൻ കിടന്നാ പോയി നോക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളു കുടിക്കുന്ന വൈൻ മരിള ഫലാ തഊദു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ രോഗം പിടിച്ച് കിടക്കാ, കുടിച്ച് സർവ്വതും പോയിട്ട് കിടക്കാ, തൗബ ചെയ്തിട്ടില്ല. ആ സമയത്തും കുടിക്കുന്നവനാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവനെ കാണാൻ പോകല്ലേ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, വൈൻ മാത ഫലാ തുസല്ലി, അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കരുത്, അവന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കരുത്, അവനോട് നിങ്ങൾ സലാം പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനോട് നിങ്ങൾ സലാം പറയരുത്. അവൻ എന്ത് പറഞ്ഞേ? അവൻ രോഗം പിടിച്ച് കിടന്നാ കാണാൻ പോകരുത്, മരിച്ച അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, ജനാസയുടെ പുറകിൽ പോലും നടക്കരുത്, കബറടക്കരുത്. പിന്നെ കുടിയൻ എവിടെ അടക്കും? പള്ളിയിലെ സെക്രട്ടറി പിടിക്കുന്നവനാ പല പള്ളിയിലും. കമ്മിറ്റിക്കാരുടെ മക്കൾ വരെ പിന്നെ പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ അടക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന് എന്ത് ചെയ്യും? പുഴുത്തു നാറൂല്ലേ? യുവല്ലിഹി മാ തവല്ലാ വനുസ്രിഹി ജഹന്നം. അവിടെ നിന്ന് പറഞ്ഞത് പറയാനുള്ളത് പറ, അനുസരിക്കുന്നവൻ അനുസരിക്കട്ടെ, അല്ലാത്തവരെ കൊണ്ടുവന്ന് അടക്കിയത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനൊരു 5 നയാ പൈസ കടം കൊടുക്കരുത്.
ഹദീസ് ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് പറയുന്നുണ്ട്, ഒരു 5 നയാ പൈസ ചാകാൻ കിടന്നാലും കൊടുക്കരുത്. കുടിയന തൗബ ചെയ്തിട്ടില്ല, അവനെ സഹായിക്കരുത്. അവൻ ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ, നിങ്ങൾ ആരെങ്കിലും കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടിയാ വീടിന്റെ അകത്ത് കള്ളുകുടിയന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഓരോ മുസ്ലിമും കേട്ടോ, ഒരു ഉരുള ഭക്ഷണം ഏതെങ്കിലും ഒരു കള്ളുകുടിയന് നിങ്ങൾ കൊടുത്താൽ നിന്നെ പെറ്റ ഉമ്മാനെ നീ വ്യഭിചരിച്ചതിന് തുല്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചതിന് തുല്യമാ ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ. അവനെ സഹായിക്കരുത്. എന്തിന്? പ്രവാചകൻ പറഞ്ഞു, അവന്റെ കൂടെ നിങ്ങൾ നടക്കരുത്. കള്ളുകുടിയന്റെ കൂടെ നടക്കുന്ന സഹോദര, നാളെ നീ പരലോകത്ത് വരുമ്പോ അന്ധനായിട്ടാണ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, കള്ളുകുടിക്കുന്നവന്റെ ലിസ്റ്റിൽ പെടുന്ന 10 വിഭാഗത്തിൽ പെട്ടതാണ്. 1, കള്ളുകുടിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. നിന്റെ കടക്കകത്ത്, നിന്റെ വീടിന്റെ അകത്തിരുന്ന് അടിക്കാനുള്ള സൗകര്യം നീ ഉണ്ടാക്കി കൊടുത്താൽ നീയും കുടിയൻ തന്നെയാ. നിന്റെ കടയിൽ വന്നിട്ട് 2 ഗ്ലാസും ഒരു സോഡയും ചോദിക്കുന്നത് സംസം വെള്ളം കുടിക്കാനല്ല എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് നീ കൊടുത്താൽ നീയും കുടിയൻ തന്നെയാ. എടാ, എന്നെ ഒന്ന് ബീവറേജിന്റെ മുന്നിൽ വിടടാ എന്ന് പറയുമ്പോ ബൈക്കിന്റെ പുറകിൽ കയറ്റിയിട്ട് നീ കൊണ്ടുപോയാ നീയും കുടിയന്റെ ലിസ്റ്റിലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും കള്ളുകുടി മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലഹരി വസ്തുക്കളും ഹറാമ് തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പലരും കള്ളുകുടിക്കുന്നവരല്ല, പക്ഷെ വീടി വലിക്കാൻ എല്ലാവരും വലിയ ഉഷാറാ. അധികം പേരും വീടി വലിക്കുന്നവരാ. പക്ഷെ വീടി വലിക്കുന്നതിന്റെ മസല എന്താ? വീടി വലിക്കല് പാടണ്ടോ? വീടി വലിക്കാൻ പറ്റുന്ന സാധനമാണോ? ഹറാമാണെന്ന് ഞാൻ പറയൂല. വീടി വലിക്കല് നിങ്ങൾ മസല അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാവർക്കും മസല അങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നേരത്തെ മസല കണ്ടുപിടിക്കും. ഞാൻ തന്നെ ഒരു നമ്മളിപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നോടൊരു സംശയം ചോദിച്ചു. ഇന്നും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ അള്ളാഹു സൃഷ്ടിച്ചത് ആദം നബിയുടെ ഭാര്യയിൽ നിന്നാണ്. ആദം നബിയുടെ ഭാര്യയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാ സൃഷ്ടിച്ചെന്ന് പറയാറില്ലേ? പറമനുഷ്യന്മാരെ പറയാറില്ലേ? എല്ലാവരുടെയും ഇണയെ സൃഷ്ടിച്ചത് അവന്റെ ഭാര്യയിൽ നിന്നാണ് പറയാറില്ലേ? അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്, ഉസ്താദെ, എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ 2 പെണ്ണ് കെട്ടുന്നവന്റെ ഭാര്യയെ എവിടെ നിന്നാ സൃഷ്ടിച്ചത്? അങ്ങനെ എല്ലാം ഒടിച്ചൊടിച്ചാണോന്ന് ചോദിച്ച ചെറുപ്പക്കാരൻ. ചിലര് പിന്നെ 2 3 4 ഓടി നടന്ന് കെട്ടുന്നവന്മാരുണ്ട്. അള്ളാഹു ആലം, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കാറുണ്ട് എങ്ങനെയാണെന്ന്. ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാ ഇവരുടെ ജീവിതമെന്ന്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു നല്ലൊരു കോടീശ്വരന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയണം. ആ സാധുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടാ പറയണേ. ഈ ഉസ്താദ് നിന്ന് ചിരിക്കുക. അപ്പൊ ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹം പറഞ്ഞത്? വല്ലാതെ കരയുന്നല്ലോ, നിങ്ങൾ ചിരിക്കുന്നല്ലോ. അപ്പൊ ആ സാധു പറഞ്ഞത്, ആ പാവപ്പെട്ടവൻ 2 വിവാഹം കഴിച്ചു, 2 ഭാര്യമാരുടെ നടുക്കി കിടന്നിട്ട് സമാധാനമില്ല, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉസ്താദെ ചിരിച്ചേന്ന്? അപ്പൊ അയാള് പറയാ, ഞാൻ 3 എണ്ണം കെട്ടിയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം 3 എണ്ണം കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴ ഇയാൾ 2 കെട്ടിയ കഥ പറയണേ. അള്ളാഹു ആലം, അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാർ അവസാനം ഞാൻ ആ പയ്യന്റെ മുന്നിൽ മറുപടിയില്ല, എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞ് ആട്ടി ഇറക്കി വിട്ടു. അപ്പൊ വീടി വലിക്കുന്നതിന്റെ മസല ചെറുപ്പക്കാർക്കറിയാം. വീടി വലിക്കുന്നത് ഹറാമല്ല, പക്ഷെ കറാഹത്താണ്, നല്ലതല്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കറാഹത്ത് 40 കറാഹത്തൊക്കെ ഒരു ഹറാമിന്റെ സ്ഥാനത്തേക്ക് എത്തും. കറാഹത്തുകൾ കൂടുന്നു. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്കപ്പാ, പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് മുൻകസേരയിൽ ഇരുന്നാൽ ആ പാവങ്ങൾ മഴ നനയാതെ കയറി ഇരിക്കാൻ പറ്റും. എഴുന്നേക്ക്, ബിസ്മില്ലാ, എഴുന്നേറ്റോ, അൽഹംദുലില്ലാ, അല്ലാഹ് അയ്യ സീരിയലിന്റെ മുന്നിലാണെന്ന ചിന്ത ഇപ്പോഴും എഴുന്നേക്കുന്നേ ഇല്ല, എന്ന് എഴുന്നേറ്റ് മുന്നിലിട്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ബീഡി വലിക്കണത് നല്ലതല്ല. ഇത് എവിടെ നിന്നാ ഉണ്ടായതെന്നറിയോ? ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് അവിടെ ഈ സിഗരറ്റ് ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുവല്ലോ. ചുണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വലിക്കുന്ന ഇത് എവിടെ നിന്നാ ഉണ്ടായത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പതുക്കെ നിങ്ങൾ ബഹളം വെക്കല്ല, അവരവരുടെ കാര്യം നോക്കിക്കോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിച്ച സമയത്ത് അവൻ നിന്ന് മൂത്രം ഒഴിച്ചെന്ന. ഇബ്ലീസിനെ അള്ളാഹു ശപിക്കുന്ന സമയത്ത് ഇബ്ലീസ് നിന്ന് മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ് സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂത്രവാപ്പ നീ എടുത്തു വെച്ച് ചുണ്ടത്ത് വെച്ച് വലിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നിങ്ങൾക്കൊക്കെ അവാർഡ് തരണം. ഈ വീടി വലിക്കുന്നവന്റെ കൂടെ എങ്ങനെ ജീവിക്കും നിങ്ങളൊക്കെ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പെങ്ങളെ, നീ എല്ലാ ദുശീലവും മാറ്റിയില്ലേ, ഇതുകൂടെ മാറ്റി, നിനക്ക് സ്വർഗം തരും അല്ലാഹ്.
ചങ്ങാതിയോട് പറ, ഇത് തെറ്റാ, ഇത് പാവബാ എന്ന് നീ പറയണം. എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ നന്നാക്കണം. ആ മനുഷ്യൻ എന്തായാലും നിർത്താൻ പരിപാടിയില്ല, നിങ്ങൾ തന്നെ നിർത്താൻ തീരുമാനിക്കുക. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമുകളെ സൂക്ഷിച്ചാൽ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ്. ആരുമൊന്നുമല്ല. റസൂലുള്ള പറയുകയാ, ഹറാമുകൾ ആര് ജീവിതത്തിൽ സൂക്ഷിക്കുന്നു അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവനാണ് ഏറ്റവും വലിയ ആലിം, അവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്. പായിപ്പാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? കോടികളുള്ളവനല്ല, ബെൻസുകാറുള്ളവനല്ല, 2 നില ബിൽഡിംഗ് ഉള്ളവനല്ല, കെട്ടിടമുള്ളവനല്ല, AC റൂമുള്ളവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുവോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പണക്കാരൻ, എന്റെ പ്രിയമുള്ളവരെ, പണക്കാരൻ പണം ഉള്ളവനല്ല. അള്ളാഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വാപ്പ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു? അങ്ങനെ ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ, അസൂയ എല്ലാത്തിനും അസൂയ. പടച്ചവനെ ഓനൊന്ന് എത്തീങ്കാനയിലാകണേ, ദുആയ. ഇവന് സ്വർഗത്തിൽ പോകാൻ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവൂല. നിന്റെ അയൽവാസിയുടെ 2 നില വീട് കണ്ടിട്ട് നീ പുരാവുമല്ലോ. പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ ഒന്നും കിട്ടാനില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പേര് ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കും. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? പറ ചങ്ങാതിമാരെ, കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട 1 രൂപ നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന് കിട്ടോ? പ്രസിഡന്റിന് കിട്ടേണ്ട 1 രൂപ എനിക്ക് കിട്ടോ? കിട്ടൂല. ഇതറിയാം. എന്നിട്ടും അസൂയ വെച്ച അതിന് പ്രാന്തെന്നാ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് വട്ടെന്നാ പറയാ. പിന്നെയും നീ അസൂയ വെച്ച നിനക്കുള്ളത് നിനക്കേ കിട്ടൂ, ലോകത്ത് ആർക്കും കിട്ടൂല. ഇത് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും നമ്മൾ അസൂയ വെച്ച അതിനർത്ഥം എന്തെന്നറിയോ? അല്ലാ, നീ കാണിച്ചത് നീതിയല്ല, അല്ലാ അവന് കൊടുത്തു എനിക്ക് തന്നില്ല. ഇതാ പറയുന്ന അർത്ഥം. അള്ളാഹുവെ, നീ നീതിമാനല്ല, നീ അവന് മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല. ഇത് ശരിയായില്ലെന്നാ പറയുന്നതിനർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നീതിമാനാ, അത് മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ടും അള്ളാഹു മറ്റൊരുത്തര് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച നിനക്ക് അള്ളാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ശിക്ഷ കേട്ടാൽ മതി, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനോട് അസൂയ വെക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, 2 നില വീടായി, കടയായി, കച്ചവടമായി, വാഹനമായി, മക്കൾക്കൊക്കെ നല്ല ജീവിതമായി, ഇതൊക്കെ അള്ളാഹ് എനിക്ക് തരുന്നത് എന്നോടെന്തോ സ്നേഹമുള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കണേ. അല്ല, അള്ളാഹു മറ്റൊരു മനുഷ്യർ കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, അവൻ ഒരു കാലത്തും അള്ളാഹു സമാധാനം കൊടുക്കത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമാധാനം കിട്ടാത്തതിന്റെ 1ാമത്തെ കാരണം അയൽവാസിയുടെ വീടും കാറും തന്നെയാ, വേറൊന്നുമല്ല. നീ എപ്പോഴും അവളെ നോക്കുന്ന എന്തിനാ ഉമ്മ? നിനക്കല്ല തന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? നിനക്ക് എഴുതിയതല്ലേ തരൂ, നിന്റെ പേര് എഴുതിയതല്ലേ അല്ല നിനക്ക് തരൂ. നീ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ നിനക്ക് അള്ളാഹു സമാധാനം തരൂല. 2, കൽബിന് ദാരിദ്ര്യം തരും. അള്ളാഹു കൽബിന് ദാരിദ്ര്യം. കോടികളുടെ ആസ്തിയുണ്ട് ചിലർക്ക്, എന്നാ 5 നയാ പൈസ ഒരു മിത്തിനും കൊടുക്കൂല. ഇനി പള്ളിക്കല്ല, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഇവന് തിന്നാൻ പറ്റുമോ? അതുമില്ല. വീട്ടിൽ പോയി നോക്ക്, കോടികൾ ആസ്തിയുള്ളവന്റെ വീട്ടിൽ പോയി നോക്ക്, കഞ്ഞിയും ചമ്മന്തിയായിരിക്കും. ആക്ക ഒരു മട്ടൻ ബിരിയാണി, അല്ലോ പറ്റൂല, കൊളസ്ട്രോളാ. ഇതവസ്ഥ. നീക്കും തിന്നാൻ പറ്റൂല, ആർക്കും കൊടുക്കത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 പായിപ്പാടുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോ, 3ാമത്തെ ശിക്ഷ. ഈ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു സാധുവിനൊരു കടയുണ്ട്, നിനക്കും ഒരു കടയുണ്ട്. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ ഇത് നോക്കിയിട്ട് പ്രാവുക, അല്ല ഇവൻ എന്നാ വന്ന് എത്തിയങ്കാനേലാവുന്ന, നീ ഇങ്ങനെ പ്രാവിയിട്ടിരിക്ക. നീ ഇങ്ങനെ അസൂയ. നിന്റെ വീടിന്റെ അയൽവാസിക്ക് ആകെ ഉണ്ടായിരുന്ന 1 നില വീടാ. നീ ആണെങ്കിൽ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ പണി, അവൻ ആകെ 1 കടയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടെ അവൻ തുറക്കും. അത് തന്നെയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ അവൻ 1 കട കൂടെ തുറക്കും, നിന്റെ ഉള്ളതും പൂട്ടും. ആകെ 1 നില വീടേ ഉണ്ടായിരുന്നുള്ളൂ, അവള് 2 നില വീടും വെച്ച് 1 കാറും വാങ്ങും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ യത്തീംഖാനയിലുമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ പണി, അള്ളാഹു തരുന്ന പണിഷ്മെന്റ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട്, തന്നതിനെ കുറിച്ച് ചിന്തിക്ക്.
തരാത്തതിനെ കുറിച്ചല്ല, അള്ളാഹു തന്നതിനെ കുറിച്ച്. എന്തിനാ നീ 2 നില വീട്ടിൽ നോക്കണേ? താത്ത, നീ എന്തിനാ 2 നില വീട്ടിൽ നോക്കണേ? നീ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? ഈ പായിപ്പാട് വാടക വീട്ടിൽ കിടക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്. എനിക്ക് 1 സെന്റ് ആണെങ്കിലും സ്വന്തമായിട്ടുണ്ടല്ലോ, അത് ചിന്തിക്ക്. ഇനി നീ വാടക വീട്ടിലാ കിടക്കുന്നെങ്കിൽ ഈ പായിപ്പാട് കടത്തിണ്ണയിൽ എത്ര പാവങ്ങൾ കിടക്കണം. നിനക്ക് വാടകയ്ക്കാണെങ്കിൽ അല്ലാഹു ഒന്ന് തന്നില്ലേ? അൽഹംദുലില്ലാഹ്, ശുക്ർ ചെയ്യ്, നന്ദി രേഖപ്പെടുത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചില പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ആരാ പറഞ്ഞേ? പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ള ആരാ പറഞ്ഞ? അത് സീരിയലിന്റെ കഥയാ, അത് നോവലുകളിലുള്ള കഥയാ. പെങ്ങളെ, എന്റെ സഹോദരിമാരെ, പണം വേണമെന്നൊരു നിർബന്ധമില്ല.